നിങ്ങൾക്ക് ഒരുപാട് പേർ അങ്ങനെ കാണും. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ പ്രഭുദേവ അഭിനയിച്ച പാട്ടുകളുടെ ഒരു വീഡിയോ കാസറ്റ് ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകും. എല്ലാവർക്കും നമസ്കാരം, സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇവിടെ വരാനും ഈ സ്നേഹമൊക്കെ ഇങ്ങനെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശക്തിയും എനർജിയും ഒക്കെ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൈയടിയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ ശക്തി തരുന്നത്. ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രഭു സാർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കൊണ്ടും നല്ലത് പറയിക്കാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോടുകൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തെളിവാണ്. സാമുൽ വർഗീസ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഇവിടെയുള്ള ആളുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഇംപ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെ ധാരാളം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള മകൻ ജോബി ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനൊരു ഉദാഹരണം പറയും. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കും നമുക്ക് എത്രമാത്രം പണമുണ്ടായാലും എത്രമാത്രം നമ്മൾ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചാലും ഒക്കെ അതിന് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു സഹജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക, നമ്മൾ കാരണം മറ്റൊരാളുടെ മുഖത്തൊരു പുഞ്ചിരി വിടുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ഏറ്റവും വലിയ ഒരു സ്നേഹമുള്ള ഒരു മകൻ്റെ കടമയാണ് ഈ ജോബി ഇവിടെ നിർവഹിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉറപ്പോടെ അത് വിശ്വസിക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് പേർക്ക് നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വലിയ ആശ്വാസം വളർന്നുകൊണ്ട് ഈ ഒരു ബ്ലൂഹിൽ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചെലവുകളും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയാം. ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന അച്ഛനമ്മമാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സങ്കടത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും ബ്ലൂഹിൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും ബ്ലൂഹിൽ ഫൗണ്ടേഷനും സ്നേഹം നിറഞ്ഞ പത്തനംതിട്ട ഈ നാടിൻ്റെ പേര് ഞാൻ വീണ്ടും പറഞ്ഞു അട്ടച്ചാക്കൽ നിവാസികളും കോന്നി നിവാസികളും നിങ്ങൾക്ക് എല്ലാവർക്കും കേരളവും കടന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഘടനയായി ഒരു ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷനായി ബ്ലൂഹിൽ ഫൗണ്ടേഷൻ വളർത്തി എന്ന് ആശംസിക്കുന്നു. അതിലും വലിയ എനിക്ക് സന്തോഷം പറയാനുള്ളത് ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇവിടെ വേദിയിലിരിക്കുന്ന പ്രഭുദേവ സാറിനെ കുറിച്ച് എനിക്ക് പറയാതെ നിർത്താൻ നിവൃത്തിയില്ല. കാരണം എന്നെക്കുറിച്ച് അറിയാവുന്ന എൻ്റെ അഭിമുഖങ്ങളോ എങ്ങനെയും വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പ്രഭുദേവ സാറിനോട് എനിക്ക് കുട്ടിക്കാലം തൊട്ടുള്ള ആരാധന എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് പേർ അങ്ങനെ കാണും. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ പ്രഭുദേവ സാർ അഭിനയിച്ച പാട്ടുകളുടെ ഒരു വീഡിയോ കാസറ്റ് ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പൂജാമുറിക്ക് കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാം. പക്ഷെ ഞാനൊരു 2 പാട്ട് പ്രഭുദേവ സാർ വീഡിയോ പ്ലെയറിലിട്ട് കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പം അത്രയും ആരാധനയും കുട്ടിക്കാലം തൊട്ടുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഭുദേവ സാർ. അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിൽ ഇരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് ബ്ലൂഹിൽ ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ്. ശ്രീ ജോബിക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചത് സിനുവാണ്. അപ്പം അദ്ദേഹത്തിനും ശ്രീ ജോബിയുടെ കുടുംബത്തിനും മാഡത്തിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹത്തിന് മനസ്സ് നിറഞ്ഞ് 10,000 മടങ്ങ് അങ്ങോട്ട് സ്നേഹം. താങ്ക് യു.
താങ്ക് യു ചേച്ചി, താങ്ക്സ് അലോട്ട്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം